بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1788 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48 അധ്യായമായ സൂറത്ത് ഫതഹിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. صدق الله العلي العظيم. സൂറത്തുൽ ഫത്ഹിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പിന്നിട്ട 3 ദിവസങ്ങളിലായിട്ട് ഈ സൂറത്തിന്റെ പൊതുവായ പരിചയപ്പെടുത്തലായിരുന്നു നമ്മൾ നിർവഹിക്കുകയുണ്ടായത്. ഹിജ്റ 6-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്ന ദർശനത്തെ തുടർന്ന് 1400 അനുയായികളെയും കൂട്ടി മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ട ആ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ സൂറത്തിലെ മുഖ്യമായ പ്രതിപാദ്യം. മക്കയെ ലക്ഷ്യമാക്കിയുള്ള യാത്ര അവര് ഹുദൈബിയയിൽ എത്തുന്നത് വരെ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയുണ്ടായി. എന്നാൽ ഹുദൈബിയയിൽ അവര് തടയപ്പെടുകയാണ്. മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി അവരെ പ്രവേശിപ്പിക്കുകയില്ല എന്ന വിധത്തിലുള്ള ഒരു ഭീഷണി മക്കക്കാർ ഉയർത്തുന്ന ഒരു പശ്ചാത്തലം. ആ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഹുദൈബിയയിൽ തങ്ങുന്നതും അതിനെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിധത്തിലുള്ള നെഗോഷിയേഷൻസ് നടക്കുന്നതും അവസാനം ഖുറൈശികളുമായി ഒരു
കരാറിലെത്തുന്നത്, ഒരു സമാധാന കരാറിൽ, ഒരു സന്ധിയിൽ എത്തുന്നതൊക്കെ. ആ സന്ധി സംബന്ധമായ അതിന്റെ വിവിധ തലങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ആ സന്ധിയിൽ ഒപ്പിട്ട് കഴിഞ്ഞതിനെ തുടർന്ന് അവരുടെ ബലിമൃഗങ്ങളെ അവിടെ തന്നെ ഹുദൈബിയയിൽ വെച്ച് തന്നെ അറുക്കുകയും അതുപോലെ തല മുണ്ടനം ചെയ്യുകയും ഇഹ്റാമിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത് അവര് മദീനയിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ആ തിരികെ പോകുന്ന ഘട്ടത്തില് വല്ലാത്ത നിരാശയും വിഷമവും ഒക്കെ ഉള്ള അവസ്ഥയിൽ തന്നെയാണ് വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാവരും തന്നെ. ആ പോകുന്ന മടക്കയാത്രക്കിടയിലാണ് അള്ളാഹു ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുന്നതും അത് അനുയായികളെ വിളിച്ചുകൂട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. വല്ലാത്ത നിരാശയിലും വിഷമത്തിലും ഒക്കെ ആയിക്കൊണ്ട് വിശ്വാസപരമായ ഒരു പതർച്ചയുടെ വക്കോളം എത്തിയ ആളുകളെ, പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായി തന്നെ അരികെ വിളിച്ച് ഈ അവതരിപ്പിക്കപ്പെട്ട ആയാത്തുകൾ കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതാണ് ഈ സൂറത്തിന്റെ പശ്ചാത്തലവും ഉള്ളടക്കം സംബന്ധമായിട്ടുള്ള വളരെ സംക്ഷിപ്തമായൊരു വിവരണമൊക്കെ. അപ്പോ നമ്മൾ ഇന്ന് ഈ സൂറത്തിന്റെ പഠനം, ആയാത്തുകളുടെ പഠനം ആരംഭിക്കുകയാണ്. ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ ഒരുമിച്ച് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇത് ആശയപരമായ ഒരു തുടർച്ച ഉള്ളത് കൊണ്ട് അവ ഒരുമിച്ച് മനസ്സിലാക്കുന്നതിന് പ്രയോജനം കൂടുതലുള്ളത് കൊണ്ടാണ് 5 ആയത്തുകൾ ഒരുമിച്ച് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. നമുക്ക് ഈ ആയത്തുകളുടെ പ്രാഥമികമായ അർത്ഥതലങ്ങളെ ആദ്യം മനസ്സിലാക്കാം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന. അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു ശൈലിയിലാണ് ഇവിടെ കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നത്. അള്ളാഹു നാം എന്ന നിലക്ക് ബഹുവചന രൂപത്തിൽ സംസാരിക്കുകയാണ്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന. നിശ്ചയമായിട്ടും നാം പ്രവാചകരെ താങ്കൾക്ക് വളരെ തെളിമയുള്ള ഒരു വിജയം അരുളിയിരിക്കുന്നു, വിജയം നൽകിയിരിക്കുന്നു. താങ്കൾക്ക് ഒരു ശ്രദ്ധേയമായ, ഒരു മുബീനായ, സംശയമൊന്നുമില്ലാത്ത വിധത്തിലുള്ള തെളിഞ്ഞ വിജയം നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന. ഫതഹ്ന എന്ന് പറഞ്ഞാൽ നാം വിജയിപ്പിച്ചു, നാം നേടിത്തന്നു, വിജയമുണ്ടാക്കി തന്നു എന്നൊക്കെയാണ്. ഫത്ഹൻ മുബീന, തെളിഞ്ഞ വിജയം. തെളിഞ്ഞ വിജയം എന്ന് പറയുമ്പോൾ അതില് യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ അവ്യക്തതയോ ഒന്നുമില്ല. വളരെ വ്യക്തമായിട്ടും ഇപ്പോ നാം താങ്കൾക്കായി നേടിത്തന്നിട്ടുള്ളത് വളരെ തെളിമയുള്ള ഒരു വിജയമാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായി ദൈവികമായ ഒരു പിൻബലത്തോടു കൂടി നിർവഹിച്ച കാര്യങ്ങളാണ് എന്നതിനാൽ അദ്ദേഹത്തിന് മനക്കരുത്തും അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ നിശ്ചയദാർഢ്യമൊക്കെ ഉണ്ട്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളുകൾ പോലും വലിയ നിരാശയിലാണ്, വലിയ പരാജയമായി പോയി ആ ഹുദൈബിയ സന്ധി എന്ന നിലപാടിലാണ് അവര് ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. ബലിയെറുക്കുകയും മുടിയെടുക്കുകയും ഇഹ്റാമിൽ നിന്ന് വിരമിക്കുകയും ഒക്കെ ചെയ്യാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശിച്ചപ്പോ അവരാരും അതിന് സന്നദ്ധരാവാതെ നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഉപദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തിപരമായി അങ്ങ് നിർവഹിക്കുകയാണ്.
അതിനെ തുടർന്ന് ബാക്കിയുള്ളവരൊക്കെയും അതിന് സന്നദ്ധരായി ഓരോരുത്തരായിട്ട് ആ കർമ്മം നിർവഹിക്കുന്നതിലേക്ക് മുന്നിട്ട് വന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുകയുണ്ടായത്. അത്രയും ആഴത്തില്, അത്രയും വ്യാപ്തിയുള്ള വിധത്തില് അവരെ വിഷമം, നിരാശയും വിഷമവും ഒക്കെ പിടികൂടിയിട്ടുണ്ടായി. നമുക്ക് വലിയ പരാജയമായി പോയി. വളരെ അനാവശ്യമായ ഒരു മാനഹാനിയാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന നിലക്കാണ് അവരതിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ മക്കയിൽ പോയി ഉംറ നിർവഹിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ സംജാതമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഒരു സ്വപ്ന ദർശനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി അതിന് ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ എങ്ങനെയാണ് അവരെ യാത്ര പുറപ്പെടുന്നത്, അതിനുള്ള സാഹചര്യം ഉണ്ടായത്, അങ്ങനെ ഒരു യാത്രക്കുള്ള തീരുമാനം ഉണ്ടായതൊക്കെ എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു വളരെ ആസൂത്രിതമായിട്ടൊരു അതിഗംഭീരമായ വിജയം ഇവർക്ക് നൽകാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നു എന്നതാണ് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് പലായനം ചെയ്ത് 6 വർഷങ്ങൾ പിന്നിടുന്നതോടുകൂടി തന്നെ മദീനയിൽ നിന്ന് മക്കയിൽ പോയി എന്ന് പറഞ്ഞാൽ തങ്ങളെ പുറത്താക്കിയ ആളുകളുടെ അടുക്കലേക്ക് തന്നെ പോയിട്ട് ഉംറ നിർവഹിക്കുക, ഒരു വലിയ സംഘത്തോടൊപ്പം പോയി ഉംറ നിർവഹിക്കുക എന്നതൊന്നും അവര് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ദൈവികമായി ഇങ്ങനെ ഒരു സ്വപ്ന ദർശനത്തിലൂടെ നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ട് മാത്രം അവര് അങ്ങനെ ഒരു സംഗതിയിലേക്ക് നീങ്ങിയതാണ്. അല്ലാത്ത നിലക്ക് അതിന് പറ്റുന്ന ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാവുകയോ മക്കയിലെ ഇവരെ ദീർഘകാലമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അമർച്ച ചെയ്തതിന്റെ പേരിലൊന്നുമല്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായതിന്റെ പേരിലൊന്നും അല്ല അവർക്ക് അങ്ങനെ ഒരു ഉംറ നിർവഹിക്കാനുള്ള ആശയം ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. അപ്പോ ആ നിർദ്ദേശം അള്ളാഹു നൽകിയത് തന്നെ ഇനി വല്ലാതെയൊന്നും കാര്യങ്ങൾ നീണ്ടു പോകേണ്ടതില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങളൊന്നും പിന്നിടാതെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികൾക്കും വളരെ തെളിമയുള്ള വിജയം നൽകാൻ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പ്രവാചകനെ നയിക്കുകയുണ്ടായത് എന്നതാണ് ഈ ആയത്ത് നൽകുന്ന സൂചന. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്തിനാണ് ഇങ്ങനെ ഒരു വിജയം, തെളിഞ്ഞ വിജയം നാം താങ്കൾക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. താങ്കൾക്ക് മുമ്പത്തേതും പിന്നത്തേതുമായ സകല തെറ്റുകുറ്റങ്ങളും ഒക്കെയും അള്ളാഹു പുറത്തു കൊടുക്കുന്നതിന് വേണ്ടിയോ പുറത്തു തരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന് കഴിഞ്ഞു പോയ കാലത്തേതും ഇനി വരാനിരിക്കുന്ന കാലത്തേതുമായ സകല സംഗതികളും അള്ളാഹു പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട് എന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തിയ ഒരു ദൗത്യം അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ സാഹസപ്പെട്ടുകൊണ്ട് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് ഒരു വിലയിരുത്തല് അനിവാര്യമായിട്ടും വരുന്നത്. പിന്നിട്ട കാലത്ത് എത്രത്തോളം അത് വിജയകരമായി ബ്ലെമിഷസ് ഒന്നുമില്ലാതെ നിർവഹിച്ചു, ഇനി വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനി മുന്നില് ശേഷിക്കുന്ന ദൗത്യ നിർവഹണത്തിന്റെ ശേഷിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഭാഗങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഘട്ടത്തില് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തു എന്നത് സംബന്ധമായ ഒരു വിലയിരുത്തല് നടത്തുകയും മനുഷ്യ സഹജമായ സ്വാഭാവികമായ വീഴ്ചകളും പോരായ്മകളും അല്ലെങ്കിൽ വേഗത കുറവും ചിലപ്പോഴൊക്കെ എങ്കിലും
അതിന് വേണ്ട ധൃതി കാണിക്കായികയും ഒക്കെ അടങ്ങിയിട്ടുള്ള പല പരിമിതികളും പോരായികകളും ഒക്കെ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ ഉണ്ടാവാൻ ഇടയുണ്ട്. ഈ സംഗതികളൊക്കെയും അള്ളാഹു പുറത്തു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നിട്ട വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ ഹുദൈബിയ സന്ധി നടക്കുമ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണം ആരംഭിച്ച് ഒരു 19 വർഷം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് ആ ദൗത്യ നിർവഹണത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാൻ ഇടയുള്ള പോരായികകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകാം. വ്യക്തിപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെ കുറിച്ചല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടോ എന്നത് നമുക്ക് അങ്ങനെ വിലയിരുത്തപ്പെട്ടുകൊണ്ട് കാണാൻ കഴിയുന്ന യാതൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പാപസുരക്ഷിതത്വമുള്ള വ്യക്തിയാണല്ലോ, പ്രവാചകനാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോ ഇവിടെ ദൗത്യ നിർവഹണത്തില് അള്ളാഹുവിന്റെ ദൂതൻ എന്ന നിലക്ക് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ സംഭവിച്ചിട്ടുണ്ടാവാനിടയുള്ള എന്തെങ്കിലും പോരായികകളും വീഴ്ചകളും പതർച്ചയും ഒക്കെ ആവണം ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പിന്നിട്ട കാലത്തെ അദ്ദേഹത്തിന്റെ തെറ്റുകുറ്റങ്ങളും ഇനി മുന്നോട്ടുള്ള കാലത്ത് സംഭവിക്കാനിടയുള്ള വീഴ്ചകളും പോരായികകളും ഇതൊക്കെയും തന്നെ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വിജയം നൽകിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ വിജയം കാര്യങ്ങളുടെ ഒരു പൂർത്തീകരണത്തിന് നാന്ദി കുറിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നർത്ഥം. ഇവിടെ ഉണ്ടായിട്ടുള്ള വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തിയ ആ ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് അതിൽ വന്ന വീഴ്ചകളൊക്കെയും അള്ളാഹു പിന്നിട്ട കാലത്തുള്ളതായാലും ഇനി അങ്ങോട്ടുള്ളതായാലും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങള് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഈ വിജയം നൽകിയിരിക്കുന്നത് ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഈ വിജയം നൽകിയിരിക്കുന്നത്, താങ്കൾക്ക് ഈ വിജയം നൽകിയിരിക്കുന്നതിന്റെ താല്പര്യം അള്ളാഹു താങ്കൾക്ക് നേരത്തെ സംഭവിച്ചിട്ടുള്ളതും ഇനി സംഭവിക്കാൻ ഇടയുള്ളതുമായ സകല വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരാൻ വേണ്ടിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മിഷൻ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചാൽ എന്താ ഗുണം? അതിൽ ഒന്നാമത് അതിന്റെ പൂർത്തീകരണം നിർവഹിച്ചു എന്ന ഒരു അംഗീകാരം അള്ളാഹുവിന്റെ പ്രവാചകന് നൽകപ്പെടുന്നു. അപ്പോഴാണല്ലോ വിജയം പൂർത്തീകരിക്കുക. അതിനോടൊപ്പം അദ്ദേഹത്തിന് അതിൽ സംഭവിച്ചിട്ടുണ്ടാവാനിടയുള്ള തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും ഒക്കെയും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യ നിർവഹണം സംബന്ധമായ വലിയൊരു അപ്രീസിയേഷൻ ആണ്. അത് ബ്ലെമിഷസ് ഒന്നും ഇല്ലാതെ, വീഴ്ചകളും അബദ്ധങ്ങളും പറയത്തക്ക പോരായികകളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ആക്ഷേപാർഹനാവേണ്ട യാതൊന്നും ഇല്ലാത്ത വിധത്തില് ദൗത്യം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചു എന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ പ്രവാചകന് അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതാണ് പറയുന്നതിന്റെ സൂചന. അപ്പോ മാ തഅഖർ മാ തഖദ്ദമ മിൻ ദംബിക, താങ്കളുടെ പാപങ്ങളുടെ, കുറ്റങ്ങളുടെ, വീഴ്ചകളുടെ ഈ പിന്നിട്ട കാലത്തെ സംഗതികള്, അതുപോലെ വമാ തഅഖറ ഇനി ശേഷിക്കുന്നതും വൈകി ഇനി അങ്ങോട്ടുള്ള കാലത്ത് സംഭവിക്കാനിടയുള്ളതും, ഇതൊക്കെയും എന്ന് പറഞ്ഞ പിന്നിട്ട കാലത്തെ തെറ്റുകുറ്റങ്ങളും അതുപോലെ ഇനി വരാനിരിക്കുന്ന കാലത്തെ തെറ്റുകുറ്റങ്ങളും ഒക്കെ അള്ളാഹു തന്റെ പ്രവാചകന് മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഈ വിജയം ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് അള്ളാഹു പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന് വയുത്തിമ്മ നിഅമതഹു അലൈക, താങ്കളുടെ മേൽ അവന്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയാണ് എന്നാണ് രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്. ഒന്നാമത്തെ കാരണം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതന് പിന്നിട്ടതും ഇനി വരാനുള്ളതുമായ സകല തെറ്റുകുറ്റങ്ങളും മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഈ വിജയം.
രണ്ടാമത്തത് അള്ളാഹു അദ്ദേഹത്തിന്റെ മേൽ ചൊരിയാൻ നിശ്ചയിച്ചിരുന്ന അനുഗ്രഹങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ അനുഗ്രഹം എന്താണ് എന്നത് നമ്മൾ വിലയിരുത്തുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ വ്യതിരക്തനാക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം തുടങ്ങി സകല കാര്യങ്ങളെയും വ്യതിരക്തമാക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ ദൈവിക ദീനാണ്, ദൈവിക മതമാണ്. അദ്ദേഹം മുഖേന ലോകത്തിന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ദൈവിക ജീവിത ദർശനമാണ് ആ നിഅമത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നത് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഈ നിഅമത്ത് പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ അവതരിപ്പിക്കപ്പെട്ട ആയാത്തുകളുടെ അടിസ്ഥാനത്തിൽ മക്കയിലായാലും പിന്നീട് മദീനയിലായാലും പിന്നിട്ട 19 വർഷങ്ങൾക്കുള്ളിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പകർന്നു നൽകിയിട്ടുള്ള ഈ നിഅമത്ത് അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് പ്രായോഗിക രൂപത്തില് അത് നടപ്പിലാക്കപ്പെടുമ്പോഴാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജീവിതക്രമം അതിന്റെ തികവാർന്ന വിധത്തിൽ നിലവിൽ വരുമ്പോഴാണ് ആ നിഅമത്ത് പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയാം. ഇല്ലെങ്കിൽ അത് തത്വത്തിൽ മാത്രം വേദഗ്രന്ഥത്തിലെ ആയാത്തുകളിലായിട്ട് അതുണ്ട് എന്ന് പറയാനേ കഴിയുള്ളൂ. ജനങ്ങളുടെ ജീവിതത്തിൽ അത് വരികയും അത് വിജയകരമായി നടപ്പിലാക്കപ്പെടുകയും അങ്ങനെ ഒരു സാമൂഹ്യ ക്രമം നിലവിൽ വരികയൊക്കെ ചെയ്യുമ്പോഴാണ് അത് പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയാം. ഇതാണ് അള്ളാഹു നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈ വിജയം എന്തിനാണ്? ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഗ്ഫിറത്ത് നൽകാനാണ്, വീഴ്ചകളൊക്കെ പുറത്തു മാപ്പാക്കി കൊടുക്കുക. അങ്ങനെ ഒരു സംഗതി വരുന്നത് ദൗത്യം പൂർത്തീകരിക്കുമ്പോഴാണല്ലോ. രണ്ടാമത്തെ സംഗതി ഈ അദ്ദേഹത്തിന് അള്ളാഹു നിശ്ചയിച്ച നിഅമത്ത് പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ച ജീവിത ദർശനം പ്രയോഗത്തിൽ അതിന്റെ ഏറ്റവും തികവാർന്ന വിധത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാവുക, അതിലൂടെ ആ അനുഗ്രഹത്തിന് പൂർത്തീകരണം നൽകുക എന്നതാണ് അള്ളാഹു ലക്ഷ്യമിടുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർത്തീകരണം ഉണ്ടാവണമെങ്കിൽ മദീനയിലും ചുറ്റുപാടും അറേബ്യയിൽ ഒട്ടുക്കും തന്നെ അതിന് സ്വീകാര്യത ലഭിക്കുകയും ജനങ്ങളൊക്കെയും അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിലനിൽക്കേണ്ട ഒരു വ്യവസ്ഥ, സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥ തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു പൂർത്തീകരണം അതിന് നൽകാൻ ഇനി ഡിലേ വേണ്ട, അത് കാലവിളംബമില്ലാതെ തന്നെ നിർവഹിക്കപ്പെടണം എന്നതാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ തീരുമാനിച്ച സ്ഥിതിക്ക് അത് നടപ്പിലാകണമെങ്കിൽ ഇതുപോലെ ഒരു വിജയം നൽകപ്പെടേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു നൽകുന്ന സൂചന. അതുപോലെ വയഹ്ദിയക സിറാത്തം മുസ്തഖീമ, താങ്കളെ ശരിയായ ദിശയിലേക്ക്, ശരിയായ മാർഗത്തിലേക്ക്, ഋജുവായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുമാണ്. മൂന്നാമത്തെ കാരണമാണ് ഇവിടെ പറയുന്നത്. ഈ ഫത്ഹ് ഉണ്ടാക്കി കൊടുത്തതിന്റെ, ഈ വിജയം നേടിക്കൊടുത്തതിന്റെ മൂന്നാമത്തെ കാരണം, ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് മഗ്ഫിറത്ത് നൽകാൻ, രണ്ടാമത്തത് ആ നിഅമത്ത് പൂർത്തീകരിച്ചു കൊടുക്കാൻ, മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കാൻ, അദ്ദേഹത്തിനെ ആ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ദൗത്യം നിർവഹിച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് വേണ്ട ഒരു മാർഗദർശനം അത് നൽകപ്പെടുന്നതിന് വേണ്ടിയാണ്. എങ്ങനെ ഈ വിജയം പൂർണ്ണമാക്കാം, ഇതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകള് ദൈവിക മാർഗദർശനം ഈ ദൈവിക വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിനകം തന്നെ. അവരെ ഹിദായത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവർക്ക് ദീനിന്റെ വെളിച്ചം നൽകുക എന്നത് മാത്രമല്ല,
അത് പ്രയോഗത്തിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കുക എന്ന കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമായ മാർഗദർശനം നൽകാനാണ്. എന്തൊക്കെ ചെയ്താലാണ് ഈ വിജയം പൂർത്തീകരിക്കാൻ പറ്റുക, അതിന് ഏതൊക്കെ വഴികളിലൂടെ പോകണം, എന്തൊക്കെ നിർവഹിക്കണം, എന്തൊക്കെ തടസ്സങ്ങൾ തട്ടിമാറ്റണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു മാർഗദർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് പിന്നെ തുടർന്ന് പറയുകയാണ് വയൻസുറക്കല്ലാഹു നസ്റൻ അസീസ. അങ്ങനെ അള്ളാഹുവിന് താങ്കൾക്ക് വളരെ എടുത്തു പറയാവുന്ന വിധത്തിലുള്ള ഒരു അന്തസ്സാർന്ന സഹായം തന്നെ നൽകുന്നതിന് വേണ്ടി കൂടിയാണ് എന്നാണ് പറയുന്ന നാലാമത്തെ കാരണം. 3 കാരണങ്ങൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു. നാലാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ വിജയം ഉണ്ടാക്കി കൊടുത്തതിന്റെ പ്രത്യക്ഷമായ 4 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ നാലാമത്തേത് താങ്കൾക്ക് അന്തസ്സാർന്ന ഒരു സഹായം തന്നെ നൽകണം. ഇതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ഒരു ഫത്ഹ്, എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു വിജയം, അത് ദൗത്യം പൂർണ്ണമാക്കി എന്ന വിധത്തിൽ അതിന്റെ ഒരു 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 സമ്പൂർണമായ വിജയം ലഭിക്കുന്നതിന് വേണ്ട സഹായം നൽകുക. അതാണ് അന്തസ്സാർന്ന വിജയം എന്ന് മനസ്സിലാക്കാം. വയൻസുറക്കല്ലാഹു നസ്റൻ അസീസ. അസീസ് എന്ന് പറഞ്ഞാൽ ഇസ്സത്തുള്ള, നല്ല അന്തസ്സുള്ള, നല്ല കരുത്തുള്ള, ആരും പരിഹസിക്കാൻ അവസരം ഉണ്ടാവുകയില്ലാത്ത വിധത്തിലുള്ള ഔന്നത്യമുള്ള സഹായം തന്നെ. നസ്റും അതുപോലെ ഫത്തുഹും പരസ്പര ബന്ധമുള്ള ഒരു കാര്യമാണ്. ഇത് വേറെയും സൂറത്തുകളിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന കാണാം. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ കാണാം. അവിടെ നസ്റ് വരികയും ഫത്ഹ് ഉണ്ടാവുകയും ചെയ്താൽ എന്ന സൂചന. എന്ന് പറഞ്ഞാൽ ദൈവിക സഹായമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. അപ്പൊ അള്ളാഹുവിന്റെ സഹായം ലഭിച്ചു എന്ന് പറഞ്ഞാൽ വിജയം വരിച്ചു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു ഏറ്റവും അന്തസ്സാർന്ന സഹായം നൽകുന്നതിന് വേണ്ടിയുമാണ് എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ട് പറയുന്നത് ഏറ്റവും ഗംഭീരമായ വിജയം നൽകുന്നതിന് വേണ്ടിയാണ് എന്നും കൂടി അതിനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇപ്പോ ഈ പ്രത്യക്ഷ വിജയം, ഈ തെളിഞ്ഞ വിജയം അള്ളാഹു തന്റെ ദൂതന് നൽകിയിരിക്കുന്നത് 4 കാരണങ്ങളാലാണ് എന്നാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. ഒന്ന് മഗ്ഫിറത്ത് നൽകാൻ, മറ്റൊന്ന് നിഅമത്ത് പൂർത്തീകരിക്കാൻ, വേറെ ഒന്ന് ഈ പദ്ധതി അതിന്റെ വിജയത്തിലേക്കും ലക്ഷ്യത്തിലേക്കും ഒക്കെ എത്തിക്കാൻ വേണ്ട മാർഗദർശനം അള്ളാഹുവിന്റെ പ്രവാചകന് നൽകാൻ, അങ്ങനെ അതിനു പുറമെ ഗംഭീരമായൊരു വിജയം ഉണ്ടാകുന്നതിന് വേണ്ട അന്തസ്സാർന്ന സഹായം നൽകാൻ, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോ ഈ ഫത്ഹ് നൽകിയിരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ആയത്തുകൾ അവതരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും വലിയ നാണക്കേട് അനുഭവിച്ചുകൊണ്ട് വല്ലാത്ത മാനസിക സംഘർഷം നേരിട്ടുകൊണ്ടാണ് സത്യവിശ്വാസികൾ ഉണ്ടായിരുന്നത്. വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നല്ലോ, വേണ്ടിയിരുന്നില്ല, പുറപ്പെടേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്ന വിധത്തില് അവരുടെ മനസ്സ് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഘട്ടത്തിലാണ് അള്ളാഹു വലിയ വിജയം, തെളിഞ്ഞ വിജയം നൽകിയിരിക്കുന്നു എന്നും പറയാണ്. അങ്ങനെ വിജയം നൽകാനുള്ള 4 കാരണങ്ങൾ എണ്ണി പറയുകയും ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ ഇനി കുറഞ്ഞ വർഷങ്ങളെ ബാക്കിയുള്ളൂ. 19 വർഷങ്ങൾ പിന്നിട്ടു. 23 വർഷക്കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം ആകെ നീണ്ടു നിന്നത്. അതിലേറ്റവും പ്രയാസകരമായ, ദുർഘടമായ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വലിയ കാലം തന്നെ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് വല്ലാതെ നീട്ടിക്കൊണ്ടു പോവേണ്ടതില്ല. വിജയം ചടപട എന്ന നിലക്ക് വളരെ വേഗത്തിൽ തന്നെ അങ്ങ് സംഭവിപ്പിക്കാം എന്ന് അള്ളാഹു തീരുമാനിക്കുകയാണ്. തെളിഞ്ഞ വിജയം, തെളിമയുള്ള വിജയം താങ്കൾക്ക് നാം ഇതാ നൽകിയിരിക്കുന്നു. അത് ഇന്ന കാരണങ്ങളാലാണ് എന്നാണ് പറയുന്നത്. ആ പറയുന്ന 4 കാരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം അതിന്റെ ക്ലൈമാക്റ്റിക് പോയിന്റിലെത്തി, പൂർണ്ണതയിലേക്ക് എത്തി, അതിന്റെ കംപ്ലീഷൻ സംഭവിക്കുന്ന കാരണത്താൽ ഉണ്ടാകുന്ന സംഗതികളാണ്.
അപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരു മെസ്സേജ് നൽകുന്ന പോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയാറായി കേട്ടോ. ചെയ്തുകൊണ്ടിരുന്ന ഏൽപ്പിച്ച ചുമതല നിർവഹിച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അപ്പോ സന്തോഷിക്കാൻ വകയുണ്ട് എന്നതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പരോക്ഷമായിട്ട് അറിയിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പൊ ഈ 4 സംഗതികൾ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയാണ് നാം ഇപ്പോൾ താങ്കൾക്ക് ഈ വിജയം നൽകിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹുവല്ലദീ അൻസല സകീനത. എന്നിട്ട് എങ്ങനെയാണ് ഈ വിജയം സാധ്യമാക്കിയത് എന്നത് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ് അല്ലാഹു പറയുന്നത്. ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വല്ലാത്ത സമാധാനം വർഷിച്ചത് അള്ളാഹുവാണ്. ഇവർക്കിപ്പോ ഈ ദൗത്യവുമായി മക്കയിലേക്ക് പുറപ്പെടാൻ സാധിച്ചതിന്റെ കാരണം തന്നെ അവർക്ക് മനസ്സിന് വലിയ സമാധാനം മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അവര് മക്കയിലെ ആളുകളുടെ നിലപാടും അവരുടെ പൊതുവായ സാഹചര്യവും ഒക്കെ കൂടുതൽ അതിനെക്കുറിച്ച് വിലയിരുത്തി മനസ്സിലാക്കിയൊക്കെയാണ് നിലക്കൊണ്ടിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരു പക്ഷെ അവര് ഡിസ്കറേജ്ഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ അങ്ങനെ പുറപ്പെടുന്നത് ബുദ്ധിപൂർവകമല്ല, അത് ആപൽക്കരമാണ്, അപകടകരമാണ്, ബുദ്ധിശൂന്യമാണ് എന്നൊക്കെയുള്ള വിലയിരുത്തലാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും തന്നെ മനസ്സമാധാനത്തോടെ ഈ യാത്ര പുറപ്പെടാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോ അള്ളാഹുവോട് പറയാണ്, നിങ്ങളെ ഇങ്ങനെ ഒരു നിർദ്ദേശം അള്ളാഹു നിങ്ങൾക്ക് നൽകിയപ്പോ, അള്ളാഹുവിന്റെ പ്രവാചകന് ഒരു സ്വപ്ന ദർശനം നൽകിക്കൊണ്ട് ഇങ്ങനെ മക്കയിൽ പോയി ഉംറ നിർവഹിക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു സംഗതി ഉണ്ടായപ്പോ അത് ചെയ്യാൻ എല്ലാവരും സന്നദ്ധരായി അതിന് പിന്തുണ നൽകിക്കൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാനൊക്കെ എല്ലാവരും സന്നദ്ധരായി രംഗത്ത് വന്നുവല്ലോ. അങ്ങനെ രംഗത്ത് വന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സമാധാനം വർഷിച്ച് തന്നതുകൊണ്ടാണ്. ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സമാധാനം വർഷിക്കുകയുണ്ടായത് അള്ളാഹുവാണ്. ലിയസ്ദാദു. എന്തിനാണ് അത് ചെയ്തത്? ലിയസ്ദാദു ഈമാനം മാ ഈമാനി. അവരുടെ ഈമാനോടൊപ്പം വർദ്ധിച്ച ഈമാൻ അവർക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഈ പരാമർശിക്കപ്പെട്ട ആളുകളൊക്കെയും തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പലതവണ പോരാട്ടത്തിന് രംഗത്ത് വന്നവരും ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചവരൊക്കെയാണ്. അവർ ഈമാൻ പല ഘട്ടത്തിലും അവരുടെ വിശ്വാസം തെളിയിച്ച ആളുകളാണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് മാ ഈമാനി. അവർക്കുണ്ടായിരുന്ന ആ വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തില് വലിയ വർധനവ് നൽകുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഈമാൻ വർധനവ് ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ ബലാ ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാനും സ്ഥൈര്യം കാണിക്കാനും ഒക്കെ കഴിയുന്നതിലൂടെയാണ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചനയാണ് ഇവിടെ. ലിയസ്ദാദു ഈമാന്. ഇസ്ദാദ് എന്ന് പറഞ്ഞാല് കൂടാൻ, ഈമാൻ വർദ്ധിക്കാൻ എന്നാണല്ലോ പറയുന്നത്. വർദ്ധിക്കുന്ന ഏതും കുറയാനും സാധ്യതയുണ്ട്. അതൊരു ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ വർദ്ധിക്കും, അത് കുറയുകയും ചെയ്യും. അങ്ങനെ സാധ്യതയുള്ള ഒരു പ്രതിഭാസമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ അള്ളാഹു പറയുന്നത് വിശ്വാസികൾക്ക് അവരുടെ ഈമാൻ തെളിയിക്കപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, അവരൊക്കെയും മുഅ്മിനുകളാണ്. പക്ഷെ അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇങ്ങനെ ഒരു സംഗതി ഒരുക്കിയത് എന്നുകൂടി. സക്കീനത്ത്, അവരുടെ ഹൃദയങ്ങളിൽ മനസമാധാനം അള്ളാഹു വർഷിച്ചത് അവരുടെ ഈമാൻ നിലനിൽക്കെ തന്നെ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. ഈ യസ്ദാദു ഈമാനം മാ ഈമാനി. ഇപ്പോ ഈ ഉംറക്ക് വേണ്ടിയുള്ള യാത്ര, അതിൽ നേരിട്ട പ്രതിസന്ധികള്, തിരിച്ചടികള്, ഒരുപാട് സംഗതികളില് അവരുടെ ഈമാൻ പരീക്ഷണത്തിന് വിധേയമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഒന്ന്, മക്കയിലേക്ക് നേരിട്ട് പോകാൻ സാധിക്കാതെ അവര് തടയപ്പെട്ടു. അവിടെ ഒരു ഈമാന്റെ പരീക്ഷണം ഉണ്ടാവുകയാണ്.
പിന്നെ അവരെ പല ഘട്ടങ്ങളിലായിട്ട് അവർ തങ്ങിയ ക്യാമ്പുകളില് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായി. രാത്രി നേരത്ത് ഒളിവിലും മറയിലും ഒക്കെ ആയിട്ട് അവര് ആക്രമണത്തിനിരയായി. അത് അവരെ പ്രകോപിപ്പിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഈമാൻ ദൃഢപ്പെടുന്ന ഒരു അനുഭവമായിട്ട് അവർക്ക് അത് ഉണ്ടായി. അതേപോലെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് കാര്യങ്ങള് സംസാരിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചപ്പോ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വിവരം ഉണ്ടായപ്പോ ആ ഘട്ടത്തിലും അവരുടെ വലിയ പതർച്ച ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നതാണ്. ഖുറൈശികൾ വലിയ സൈന്യമായിട്ട് പുറപ്പെട്ടു പാതി വഴിയിലാണുള്ളത് എന്ന വിവരം കിട്ടിയപ്പോ പതറിപ്പോകാനും പിന്തിരിഞ്ഞു പോകാനും യുദ്ധത്തിനൊന്നും ഒരുങ്ങി വന്നതല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റി എന്നത് അവരുടെ ഈമാൻ വർദ്ധിപ്പിച്ച സംഗതിയാണ്. സന്ധി സംഭാഷണത്തിന് മക്കയിൽ നിന്ന് ആളുകൾ വന്നു, ഒരു ഉടമ്പടിയിലെത്തി, അതില് ഇരുകൂട്ടരും ഒപ്പുവെച്ചു എന്നൊരവസ്ഥ, അതിലെ നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ വളരെയേറെ വിഷമമുണ്ടാക്കുന്നതായി എന്ന ഘട്ടത്തില് വിശ്വാസികളിൽ പെട്ട പ്രമുഖരൊക്കെ തന്നെ അതിന് കൂട്ടാക്കാതെ അനുസരണക്കേട് കാണിച്ച് പോവുകയായിരുന്നെങ്കിൽ വലിയ ദുരന്തം അതുകൊണ്ടുണ്ടാകുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തെയും അവർ തരണം ചെയ്തു. തൊട്ടുടനെ മക്കയിൽ നിന്ന് രണ്ടാളുകൾ, ആദ്യം അബൂ ജന്തലും പിന്നീട് അബൂ ബസീറും ഒക്കെ തന്നെ അവരുടെ അടുക്കലേക്ക് അഭയം തേടിക്കൊണ്ടും സംരക്ഷണം തേടിക്കൊണ്ടും ഒക്കെ വരികയാണല്ലോ. ആ കാര്യത്തില് അവരെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നതും അവരെ വലിയ വളരെയേറെ പ്രയാസപ്പെടുത്തിയ ഒരു പരീക്ഷണം തന്നെയാണ്. അപ്പൊ ഈ കാര്യത്തിലൊക്കെ അള്ളാഹു വിശ്വാസികൾക്ക് അവരുടെ ഈമാനിന് വർധനവ് നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാണ് അള്ളാഹു അവരുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ സമാധാനം വർഷിക്കുകയുണ്ടായത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുള്ള സൈനികരൊക്കെ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന് ആകാശങ്ങളിലും ഭൂമിയിലുമായിട്ട് വലിയ പടുകൂറ്റൻ സൈന്യങ്ങളുണ്ട്. മക്കയിലെ ആളുകളെ കൈകാര്യം ചെയ്യാനും അടക്കി നിർത്താനും അല്ലെങ്കിൽ അവരെ വേണ്ട വിധത്തില് തറ പറ്റിക്കാനും ഒന്നും അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇല്ല. ഈ പ്രപഞ്ച സാകല്യത്തിലായി അള്ളാഹുവിന് സൈനിക സംവിധാനങ്ങൾ വേണ്ട വിധമുണ്ട്. അള്ളാഹുവിന്റെ ഒരു കൽപ്പന മാത്രമേ അതിനാവശ്യമുള്ളൂ. അവര് വേണ്ട വിധത്തില് അവരെ കൈകാര്യം ചെയ്തോളും. പക്ഷേ അള്ളാഹു അതല്ല ഇപ്പോ ചെയ്തിട്ടുള്ളത്. ആകാശങ്ങളിലും ഭൂമിയിലും ഒക്കെയുള്ള സൈന്യം അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് അള്ളാഹു ആ പണി ചെയ്യാൻ ഇവിടെ വിശ്വാസികളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വക്കാന അല്ലാഹു അലീമൻ ഹക്കീമ, നിശ്ചയമായിട്ടും അള്ളാഹു ഏറെ ജ്ഞാനമുള്ളവനും അതുപോലെ യുക്തിജ്ഞനുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വിശ്വാസികളുടെ പ്രവർത്തനങ്ങളിലൂടെയായിട്ട് വേണം ശത്രുക്കളെ ഒതുക്കാൻ, അവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ. അപ്പോഴേ അത് നിലനിൽക്കുകയുള്ളൂ, അത് ഫലപ്രദമാവുകയുള്ളൂ. അപ്പോഴാണ് അവർക്ക് അതിൽ ഈമാൻ വർദ്ധിക്കുക, അതിലൂടെ അവർക്ക് വിജയം നേടാൻ സാധിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ഈ നടപടി ആകാശങ്ങളിലും ഭൂമിയിലും സൈനികരൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. അള്ളാഹുവിന് വേണമെങ്കിൽ അള്ളാഹുവിന്റെ സൈന്യങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് ഇറക്കിയാൽ മതി, അതൊക്കെ പെട്ടെന്ന് തീരുമാനമാകും. അധികമൊന്നും വേണ്ട, ഒരു മിന്നൽ പിണർ ഉണ്ടായാൽ തന്നെ അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിന് സാധിക്കും. എത്രയോ സംവിധാനങ്ങൾ അവരെ ഒതുക്കുന്നതിന് വേണ്ട സൈനിക സജ്ജീകരണങ്ങൾ അള്ളാഹുവിന് ഉണ്ട്. പക്ഷെ അതല്ല ഇവിടെ പ്രയോഗത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത്. വഖാന അല്ലാഹു അലീമൻ ഹക്കീമ, നിശ്ചയമായിട്ടും അള്ളാഹു എല്ലാം അറിയുന്നവനും അതുപോലെ വളരെയേറെ യുക്തിയുള്ളവനുമാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്റെ താല്പര്യം വ്യക്തമാണ്. വിശ്വാസികളെ അവരുടെ പ്രയത്നങ്ങളുടെ ഫലമായി വിജയത്തിലേക്ക് എത്തിക്കണം, ശത്രുക്കളെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ ഒതുക്കണം. ഇതിലാണ് എൽമും ഹിക്മത്തും ഒക്കെ വളരെ പ്രകടമായിട്ട് ഉണ്ടാവുക. ശരിയായ കാര്യം അതാണ്. അങ്ങനെ അത് നിർവഹിക്കപ്പെടുന്നതിനാണ് അള്ളാഹു ആകാശഭൂമികളിലുള്ള സൈനികരൊന്നും ഇറക്കാതെ ഈ പണി വിശ്വാസികളെ ഏൽപ്പിക്കുകയുണ്ടായത്. എന്തിനാണത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്? വിശ്വാസികളെയും വിശ്വാസിനികളെയും പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്.
ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഉദ്യാനങ്ങളിൽ അവരെ വിജയികളായി കൊണ്ട് പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഖാലിദീന ഫീഹ, അവര് നിത്യമായും വസിക്കേണ്ടതായ ആ ഉദ്യാനങ്ങളിലാണ്, തോട്ടങ്ങളിലാണ്, ജന്നാത്തിലാണ് അവരെ പ്രവേശിപ്പിക്കേണ്ടത്. അതിനു വേണ്ടിയാണ്. വയുകഫിറ അൻഹും സയ്യിആതിഹിം, അവരുടെ വീഴ്ചകളും തിന്മകളും ഒക്കെ അവർക്ക് മായ്ച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും പല വീഴ്ചകളൊക്കെ ഉള്ള ആളുകൾ തന്നെ ആയിരിക്കും. സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് അവരുടെ സകല സയ്യിആത്തുകളെയും അള്ളാഹു തുടച്ചു നീക്കും. അതെന്തിനാ? സ്വർഗത്തിൽ അവര് അപമാനിതരാകാൻ പാടില്ല. അവർക്ക് നാണക്കേട് അവരുടെ തന്നെ ചെയ്തികളുടെ കാര്യത്തില്, അവരുടെ തന്നെ പോരായ്മകളുടെയും പിഴവുകളുടെയും കാരണത്താൽ സ്വർഗത്തിൽ അവർ തലകുനിച്ചവരാകാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു എല്ലാം അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുത്തിട്ട് അതൊക്കെയും തുടച്ചു നീക്കിക്കൊണ്ടാണ് അവർക്ക് സ്വർഗപ്രവേശനം നൽകുക. വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അളീമ, അങ്ങനെ സ്വർഗലബ്ധി നേടുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ വിജയം എന്ന് പറയുന്നത്. എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കപ്പെട്ട് അവർക്ക് സ്വർഗത്തില് പ്രവേശിക്കാൻ സാധിക്കുക എന്നത് അതാണ്. എന്നിട്ട് നിത്യതയുടെ സ്വർഗത്തിലാണ് അവർ പ്രവേശിപ്പിക്കപ്പെടുന്നത്, നിത്യമായി അവിടെ വസിക്കേണ്ടവരെന്ന നിലക്കാണ്. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും സാധിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ സക്കീനത്ത് ചൊരിഞ്ഞു കൊടുത്തത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാലോചിച്ച് നോക്കുക, മക്കയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ആ യാത്ര, ആ ഘട്ടത്തിൽ പ്രത്യേകിച്ച് അത്യന്തം ഭീഷണമായ അപകടങ്ങൾ പതിയിരിക്കുന്ന, ഒരിക്കലും തന്നെ മക്കാരുടെ വാളിന് ഇരയാവാതെ രക്ഷപ്പെട്ട് തിരികെ എത്തുമെന്ന് ഒരാൾക്കും ഉറപ്പു പറയാൻ കഴിയാത്തൊരു യാത്രയാണ്. ആ യാത്രക്ക് വിശ്വാസികള് നിർദ്ദേശിക്കപ്പെട്ടപ്പോ യാതൊരു മടിയും കൂടാതെ മനസ്സമാധാനമുള്ള ആളുകളായിക്കൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടല്ലോ. അത് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ സമാധാനം ചൊരിഞ്ഞു കൊടുത്തത് കൊണ്ടാണ്. ഇതേപോലെ ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി സ്വന്തം ആണുങ്ങള്, ഭർത്താക്കന്മാരും ആൺമക്കളും അല്ലെങ്കിൽ പിതാക്കന്മാരും ഒക്കെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടുമ്പോ വിശ്വാസിനികൾ മദീനയിൽ അവരെ തടഞ്ഞു നിർത്തുകയോ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയോ അവരെ നിരുത്സാഹപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. അവര് ധൈര്യപൂർവ്വം നിലകൊള്ളുകയും അവരുടെ അസാന്നിധ്യത്തിൽ മക്കളെയും കുടുംബത്തെയും വീടും ഒക്കെ തന്നെ അവര് കാത്തു സംരക്ഷിക്കാം എന്ന നിലക്ക് ഉത്തരവാദിത്വവും ചുമതലയും ഒക്കെ നിർവഹിക്കാൻ സന്നദ്ധരായിക്കൊണ്ട് സമാധാന ചിത്തരായി നിലകൊള്ളുകയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് വരികയാണ് ചെയ്തത്. അപ്പോ ഈ ആണുങ്ങൾ 1400 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടുന്നു. ആണുങ്ങളാണത്. അവരുടെയൊക്കെ സ്ത്രീകള് അതിന് വേണ്ട എല്ലാ പിൻബലവും പ്രോത്സാഹനവും ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് എല്ലാവിധ മനസ്സമാധാനവും പകർന്നു കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു മദീനയിൽ. ഇത് തീർച്ചയായിട്ടും അവരെയും തുല്യമായ പ്രതിഫലത്തിന് അർഹരാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. മുഅ്മിനുകളെ മാത്രമല്ല, വിശ്വാസികളെ മാത്രമല്ല, വിശ്വാസിനികളെയും അള്ളാഹു ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം അവരും വിശ്വാസികൾ മാത്രമല്ല, ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും സ്വർഗത്തിന് അവകാശികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിനാലാണ് അവര് നിത്യമായി വസിക്കേണ്ട ഉദ്യാനങ്ങളിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഈ ഒരു സാഹചര്യം ഒരുക്കി അവർക്ക് മനഃശാന്തി നൽകിയിട്ടുള്ളത്. വയുകഫിറ അൻഹും സയ്യിആതിഹിം, അവരുടെ എല്ലാ സയ്യിആത്തുകളും അള്ളാഹു മറച്ചു പിടിക്കുകയും മൂടി ഇടുകയും ചെയ്യുകയാണ്. സ്വർഗത്തില് അതിന്റെ പേരിൽ വിഷമം അനുഭവിക്കുന്നവരായി, നാണക്കേട് അനുഭവിക്കുന്നവരായിട്ടല്ല അവരുണ്ടാവേണ്ടത്. അതുകൊണ്ട് അതൊക്കെയും അള്ളാഹു തുടച്ചു നീക്കും. വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അളീമ, ഇതാണ് അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ പരിഗണനയിൽ ഏറ്റവും മഹത്തരമായ വിജയം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്.
ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പഠനവിധേയമാക്കിയ 5 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ കൂടി ഒരു പക്ഷേ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ടാകും. ഉണ്ടെങ്കിൽ അത് നാളത്തെ സെഷനിൽ ചേർത്ത് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.